അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഇബാദത്തുകളിൽ മറ്റു ഇബാദത്തുകൾ പോലെ തന്നെ സക്കാത്തിൻ്റെ വിഷയത്തിലും ഒരു ഗൗരവമായ ആലോചന നടത്തുകയും നമ്മുടെ സാമ്പത്തിക രംഗം കൂടി വിശുദ്ധമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അനാഥരായ കുട്ടികളുണ്ടാവും, മൈനറായ കുട്ടികളുണ്ടാവും, ബുദ്ധിസ്ഥിരതയില്ലാത്ത കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ സമ്പത്തുണ്ടെങ്കിൽ അത് നൽകാനുള്ള ഉത്തരവാദിത്തം അവരുടെ രക്ഷിതാക്കൾക്കാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ മഹലിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഒരു കാരണവർ കൂടി വഫാത്തായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബായി ഹാജി, നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഇടം നേടി വിട പറഞ്ഞ ഒരു മഹത്തായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ അദ്ദേഹം വളരെ സജീവമായി ഇടപെടുന്നത് നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനും പിടിച്ച് നമ്മുടെ പള്ളിയുടെ ഏതെങ്കിലും ഒരു വാതിലിൻ്റെ അരികിൽ അത് പതുക്കെ പകുതി ചാരി തുറന്നു വെച്ച് അതിൻ്റെ ഒരു കാറ്റിൽ ഒരു തണുപ്പിൽ അങ്ങനെ പരിശുദ്ധ ഖുർആൻ രാവും പകലും ദീർഘമായി പാരായണം ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ മാത്രം ആ നിലക്ക് ഇബാദത്തുകൾ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പള്ളിയുമായി എപ്പോഴും മനസ്സിണക്കപ്പെട്ടിരുന്നു എന്നതാണ്. അല്ലെ, ഖുർആനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഖുർആനുമായി ആത്മബന്ധം പുലർത്തുന്നവർക്ക് ഷഫീഅ അലിയ സഹാബി എന്ന് അള്ളാഹു നാളെ അവർക്ക് വേണ്ടി ആ ഖുർആൻ കൊണ്ട് ശുപാർശ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും പള്ളിയുമായി മനസ്സണക്കപ്പെട്ടവർക്ക് അള്ളാഹു തആല അർശിന്റെ തണലൊരുക്കി കൊടുക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്തും പള്ളിയുമായി ബന്ധപ്പെട്ട് ആ നിലക്ക് എല്ലാ ജമാഅത്തുകളിലും പള്ളികളിലും രാവിലെ ആവട്ടെ, ഉച്ചക്കാവട്ടെ, വൈകുന്നേരമാവട്ടെ, രാത്രിയാവട്ടെ, എല്ലാ സമയത്തും പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് അർശിന്റെ തണലൊരുക്കി സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും കുടുംബപരമായുള്ള ഒരുപാട് സങ്കടങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കാറുണ്ട് പലപ്പോഴായിട്ട്. പക്ഷേ എന്തു പറഞ്ഞാൽ അദ്ദേഹം അവസാനം പറയും, നെഞ്ചത്ത് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് പറയും, നമ്മളെ പടച്ചോൻ കുഴക്കൂലട്ടോ എന്ന് പറയും. അള്ള നമ്മളെ കുഴക്കൂലട്ടോ എന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി നമ്മളങ്ങനെ കൈ ചേർത്ത് പിടിച്ച് പലപ്പോഴും ഓരോ ജുമഅ കഴിഞ്ഞും പുറത്ത് അദ്ദേഹം കാത്തു നിന്ന് നമ്മോട് പറയും. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഈമാൻ്റെ കരുത്തായിരുന്നു. ആ ഡയലോഗ് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ജീവിക്കാനുള്ള വലിയൊരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ട സമയത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, വളരെ അത്യാവശ്യങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും ആ ഉമ്മയുടെ ചെറിയ കുറച്ച് പരിമിതമായ സ്വർണ്ണമാണ് കയ്യിലുണ്ടായിരുന്നത്. അതിങ്ങനെ ഒരു കടലാസിൽ ചുരുട്ടിപ്പിടിച്ച് വന്നിട്ട് ഇവിടെ പള്ളി കമ്മിറ്റിയെ ഏൽപ്പിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഇതിൻ്റെ ഓളെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ച് പറയും, എൻ്റെ കുട്ടികളെ കാര്യം, എൻ്റെ സഹോദരങ്ങളെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം എന്നിടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഓർമ്മിപ്പിക്കുമായിരുന്നു. ദുആയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു. അത്രമാത്രം മനസ്സ് ദീനുമായും ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇണക്കപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശ തണലിലേക്ക് അദ്ദേഹം കടന്നു വന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായി ഒക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നിന്റെ ഇടക്കൽ വലിയ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നോക്കൂ, റസൂലുള്ളാഹിന്റെ കാലത്തൊരു ജൂതന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകാണ്. റസൂലുള്ള അങ്ങനെ എണീറ്റ് നിൽക്കുകയാണ്. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, സഹാബത്ത് എന്തിനാ റസൂലെ ഒരു ജൂതനായ മനുഷ്യനിൽ എണീറ്റ് പോണത്? നിങ്ങൾ എന്തിനാണ് അയാൾക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ലെ, അതിലൊരു നഫ്സില്ലേ എന്നാണ് റസൂൽ ചോദിക്കണത്. അതൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മയ്യത്തിനോട് കാണിക്കേണ്ട ഒരു ആദരവിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അയാൾ മുസ്ലിമാണോ, മുസ്ലിം മുഅ്മിനല്ലേ എന്നുള്ള ഒരു വിഷയമല്ല. ഒരു മനുഷ്യനാണോ മരണപ്പെട്ടത്, മനുഷ്യന്റെ മയ്യത്താണോ പോകുന്നത്, അതിനാദരിക്കാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. മനുഷ്യരോടൊപ്പം എന്ന ക്യാമ്പയിനൊക്കെ നടത്താൻ വലിയ സൗകര്യവും സുഖമൊക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. പക്ഷെ മനുഷ്യപ്പറ്റുള്ളവനാവുകാനും മനുഷ്യത്വം കാണിക്കാനൊക്കെ നല്ല
നല്ല ഈമാമാണ് പ്രിയപ്പെട്ടവരെ. റസൂൽ എങ്ങനെ ജീവിച്ചതെന്ന് ശരിക്കും പഠിക്കണം. അള്ളാന്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നാളെ മരിച്ചു പോകുമ്പോൾ, നാളെ പരലോകത്ത് വിചാരണ നടക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ക്യാമ്പ് നടത്തിയവരും ഉണ്ടാവില്ല, നേതാക്കന്മാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നമ്മൾ നഫ്സി നഫ്സിയാണ്. നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യത്തിന് ആരോടെങ്കിലും രാജിയാകേണ്ടതുണ്ടോ, കൂട്ടുനിൽക്കേണ്ടതുണ്ടോ, അവർക്ക് മുദ്രാവാക്യം വിളിക്കേണ്ടതുണ്ടോ, സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാസയോട് കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ട് അല്ലേ? എന്തിനാണ് ഒരു മയ്യത്തിനോട് പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ അനാദരവ് കാണിക്കുന്നത്? ആ മയ്യത്തിനോട് കാണിക്കേണ്ട, ആദരവ് കാണിക്കാൻ പറ്റാത്ത അത്ര വിദ്വേഷവും വെറുപ്പും എന്തിനാണ് മനുഷ്യരോട് ഉണ്ടാകുന്നത്? ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫിറോവിന്റെ അടുത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് ഫിറോൻ പറയുന്നുണ്ട് അവനോട് കൊന്നുകളയാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഈമാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഫിറോനോട് ചോദിക്കുന്നുണ്ട്, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞവനെ കൊല്ലാൻ മാത്രം നികൃഷ്ടനാണോ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കഅബാലയത്തിൽ ചെന്ന് അല്ലേ, ഒരു മനുഷ്യൻ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പിന്നെ മുശ്രിക്കായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ കഴുത്തിൽ തുണിയൊക്കെ വരിഞ്ഞു മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹിനെ രക്ഷിക്കണ്ടേ, എന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം, മത്തഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളെയും നിങ്ങളുടെ ഈ സംഗതികളൊക്കെ ചെയ്യാതെ റബ്ബിനെ മാത്രം ആരാധിക്കാമെന്നും എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് റസൂലുള്ളാഹിനെ മുൻനിർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഖുറൈശികളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മയ്യത്തുകൾ പലപ്പോഴും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ പള്ളികളിൽ അനാദരിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് നമ്മുടെ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെങ്കിലും ആലോചിക്കണം. 21ാം നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങളും മനസ്സിലെ പകയും ഒക്കെ വെച്ച് എങ്ങനെയാണ് നമുക്കൊരു മുസ്ലിം ആവാൻ കഴിയുക? അതും പരിശുദ്ധ റമദാനിന്റെ പരിശുദ്ധമായ രാവുകളിലും പകലുകളിലും എങ്ങനെയാണ് ഒരു മുഅ്മിനിന് ഈമാനോട് കൂടി ജീവിക്കാൻ കഴിയുക? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും പ്രാർത്ഥന അള്ളാഹുവിന് സമർപ്പിക്കണമെന്നും നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയണമെന്നും നിങ്ങളുടെ സഹായഘട്ടം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്നും പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങളൊരു മയ്യത്തിനെ അനാദരിക്കുന്നത് എങ്കിൽ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സുജൂദുകൾ പവിത്രമായ ഇബാദത്ത് നിങ്ങൾ ജാറങ്ങളിലും മഖബറുകളിലും മറ്റ് മരിച്ചുപോയ മനുഷ്യർക്ക് മുമ്പിലും ഏതെങ്കിലും വൃക്ഷങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും മുമ്പിൽ സമർപ്പിക്കുന്നതിന് പകരം നിങ്ങൾ റഹ്മാനും റഹീമുമായ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു മയ്യത്തിനെ അനാദരിക്കുന്നത് എങ്കിൽ നിങ്ങൾ നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ് മുറുകെ പിടിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരു പ്രമാണം കാണാൻ കഴിയില്ല എന്ന് വളരെ വിനയത്തോടു കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ തലമുറ ദീനിനെ കുറിച്ച് പഠിക്കട്ടെ. അവരെന്തുകൊണ്ടാണ് ഒരു മയ്യത്ത് അനാദരിക്കപ്പെടുന്നത് എന്ന് അവർ പഠിക്കട്ടെ. അവരുടെ മനസ്സിലെങ്കിലും വെളിച്ചമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സത്യത്തെ ഒരിക്കലും മൂടിവെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. അല്ലാഹു എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ബായിയാജിയുടെ ഖബർ ജീവിതം അല്ലാഹു വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കണ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണവും പള്ളിയോടുള്ള അടുപ്പവും ഒക്കെ നീ സ്വർഗത്തിന്റെ ദർജകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരമാക്കി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അദ്ദേഹത്തിനെ പരിചരിച്ചവർ, സ്നേഹിച്ചവർ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, കൂട്ടുകാർ, അവരുടെ വിഷമങ്ങൾക്കൊക്കെ പകരം നന്മ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെയും അദ്ദേഹത്തെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ റമദാനിൽ ഞങ്ങളോടൊപ്പമില്ല. അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവരുണ്ട്, ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, വിഷമിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുക റഹ്മാനെ. ഞങ്ങളുടെ സതുദ്ദേശങ്ങൾ നീ സഫലമാക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ,
ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലുമൊക്കെ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ധാരാളം സദഖകൾ ചെയ്യാനും ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കാനും ഞങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി കണക്കാക്കി കൊടുക്കാനും ഒക്കെ ഈമാൻ കരസ്ഥമാക്കാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارحم لنا يا أرحم الراحمين. اللهم اغفر لنا يا غافر المذنبين. اللهم ارزق لنا يا خير الرازقين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب